പണത്തിനും സ്വത്തിനും വേണ്ടി ഉറ്റവരെ പോലും കൊലപ്പെടുത്താൻ മടിക്കാത്തവരുടെ നാടാണിത്. സ്വത്ത് വീതം വെച്ചതിന്റെ പേരിൽ പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ കർണാടക ബെൽത്തങ്ങാടിയിൽ കുടുംബ സ്വത്ത് ലഭിക്കാത്തതിന് റിട്ടയർഡ് അധ്യാപകനെ കൊലപ്പെടുത്തിയത് മലയാളിയായ മരുമകനും ചെറുമകനും ചേർന്നാണ്. ബാലകൃഷ്ണ ബാഡേഗില്ലെ കൊലപ്പെടുത്തിയ കേസിൽ കാസർഗോഡ് സ്വദേശികളായ മുരളീകൃഷ്ണ, രാഘവേന്ദ്ര കെടിലായ എന്നിവർ അറസ്റ്റിലായി. മൊബൈൽ ഫോൺ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കർണാടക പോലീസ് കാസർഗോട്ടെ വീട്ടിലെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മംഗളൂരു ബെൽത്തങ്ങാടി ബെലാലുവിൽ ഓഗസ്റ്റ് 20-നാണ് ബാലകൃഷ്ണ കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിലാണ് ബാലകൃഷ്ണയുടെ പേരക്കുട്ടിയും അസിസ്റ്റന്റ് പൂജാരിയുമായ കാസർഗോഡ് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുരളീകൃഷ്ണ, ഇയാളുടെ പിതാവ് കർഷകനും ജ്യോത്സ്യനുമായ രാഘവേന്ദ്ര വി കെടിലായ എന്നിവർ അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട ബാലകൃഷ്ണയുടെ ഭാര്യയും വിരമിച്ച അധ്യാപികയുമായ പരേതയായ യു ലീലയുടെ സ്വർണ്ണാഭരണങ്ങൾ മരുമകൾ വിജയലക്ഷ്മിക്ക് നൽകിയിരുന്നില്ല. സ്വത്ത് വീതിച്ച് നൽകാത്ത പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഇരുവരെയും കൊലപാതകത്തിന് പ്രേരിപ്പിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതികളായ അച്ഛനും മകനും കാസർകോട്ടെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിലാണ് വെട്ടുകത്തിയുമായി സ്ഥലത്തെത്തിയത്. സംഭവ ദിവസം ബാലകൃഷ്ണയുടെ ഇളയ മകൻ സുരേഷ് ഭട്ട് ഇരുവർക്കും ചായ നൽകിയ ശേഷം ജോലിക്കായി പുത്തൂരിലേക്ക് പോയി. മുരളീകൃഷ്ണ പിന്നിൽ നിന്ന് ബാലകൃഷ്ണയുടെ കഴുത്തു വെട്ടുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച് മുറ്റത്തേക്ക് ഓടിയ ബാലകൃഷ്ണയെ അച്ഛനും മകനും വെട്ടുകത്തി കൊണ്ട് പലതവണ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ധർമ്മസ്ഥല പോലീസ് കാസർകോട്ടെ വീട്ടിലെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷമാണ് കൊലപാതകത്തിന് പിന്നിലുള്ള രഹസ്യങ്ങൾ വെളിപ്പെട്ടത്. ബാലകൃഷ്ണയുടെ ചെറുമകൻ സുരേഷ് ഭട്ടിനെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് ഇരുവരും മൊഴി നൽകി. ബാലകൃഷ്ണയെ കൊലപ്പെടുത്തിയ ശേഷം സുരേഷ് ഭട്ട് വരുന്നതുവരെ വീട്ടിൽ കാത്തിരുന്നു. വരാത്തതിനെ തുടർന്ന് 50,000 രൂപ വിലമതിക്കുന്ന 2 ബോണ്ട് പേപ്പറുകളും ചില രേഖകളും കൊണ്ട് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങി. വിരമിച്ച അധ്യാപകരായ ബാലകൃഷ്ണ ബഡേക്കിൽ ലീല ദമ്പതികൾക്ക് 3 മക്കളാണ്. മൂത്ത മകൻ ഹരീഷ് ഭട്ട് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ വിജയലക്ഷ്മി 22 വർഷം മുൻപ് കാസർകോട്ടെ രാഘവേന്ദ്ര കെടിലായ വിവാഹം കഴിച്ചു. ഈ ദമ്പതികൾക്ക് 2 മക്കളുണ്ട്. അതിൽ മൂത്തയാളാണ് ഇപ്പോൾ പിതാവിനൊപ്പം അറസ്റ്റിലായത്. ഏറ്റവും ചെറുമകൻ സുരേഷ് ഭട്ട് വിവാഹം കഴിച്ചിട്ടില്ല. ഇയാൾ പുത്തൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്.